എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒക്കെ പ്രാധാന്യം ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരെയെങ്കിലും ഇന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഓൺലൈനിലെ ചതിക്കുഴികളെക്കുറിച്ചും എപ്രകാരമാണ് നമ്മൾ സൈബർ സ്പേസിൽ പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചും നമ്മളിൽ എത്ര പേര് ബോധവാന്മാരാണ്? ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈബർ ക്രൈംസും അവയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുമാണ്. സെക്ഷൻ 66 ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു കുറ്റകൃത്യം ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ സഹായം സ്വീകരിക്കുക, കമ്പ്യൂട്ടർ കുറ്റം ചെയ്യാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിനെ നമ്മൾ ലക്ഷ്യം വയ്ക്കുക, ഇതെല്ലാം സൈബർ കുറ്റമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. IT ആക്ട് 2000 ആണ് നമ്മുടെ രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങളെ നിർണ്ണയിക്കുന്നത്. 2000 ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം നടന്നത്. 2008 ഈ നിയമത്തിൽ ചില ഭേദഗതികൾ പിന്നീട് കൊണ്ടുവരികയും ചെയ്തു. എന്താണ് സെക്ഷൻ 66 പറയുന്നതെന്ന് നോക്കാം. ഏതെങ്കിലും വ്യക്തി സത്യസന്ധമല്ലാത്തതോ വഞ്ചനപരമോ ആയ വകുപ്പ് 43 പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തി, അതായത് 43 പറയുന്നതെന്ന് വെച്ചാൽ ഉടമസ്ഥൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ അനുമതിയില്ലാതെ ഒരു വ്യക്തി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവ കേടുവരുത്തിയാൽ അയാൾക്ക് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ്. നെക്സ്റ്റ് വൺ, സെക്ഷൻ 66A. കമ്പ്യൂട്ടർ, സെൽഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഉപയോഗിച്ച് കുറ്റകരമായതോ സ്പർദ്ധയുളവാക്കുന്നതോ ആയ വിവരങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ശത്രുതയോ അപകടമോ ഒരു വ്യക്തിയെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടോ അസൗകര്യമുണ്ടാക്കാനായിട്ടോ ഉദ്ദേശിച്ചിട്ടുള്ള വിവരങ്ങൾ അയക്കുന്നത് IT ആക്ടിലെ സെക്ഷൻ 66A പ്രകാരം 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ സെക്ഷൻ പിന്നീട് ഇല്ലാതായി. കാരണം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ഹനിക്കുന്നതാണ് ഈ വകുപ്പ് എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ സെക്ഷൻ 499 IPC പ്രകാരം ഡിഫമേഷൻ ഇന്നും കുറ്റമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. നെക്സ്റ്റ് വൺ, സെക്ഷൻ 66B. യഥാർത്ഥ ലോകത്ത് ഈ മോഷണ വസ്തുക്കൾ സ്വീകരിക്കുന്നത് ഒരു തെറ്റല്ലേ? അതുപോലെ തന്നെ സൈബർ ലോകത്തും ഇത് കുറ്റകരം തന്നെയാണ്. ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നോ ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നോ മോഷണം നടത്തിയെടുത്ത വിവരങ്ങൾ സ്വീകരിക്കുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. സെക്ഷൻ 66C. മറ്റൊരാളുടെ പാസ്വേഡ്, ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് തിരിച്ചറിയൽ സംവിധാനം എന്നിവ ഉപയോഗിച്ച് അയാളുടെ അക്കൗണ്ടിൽ ആൾമാറാട്ടം നടത്തുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. സെക്ഷൻ 66D. ആൾമാറാട്ടം നടത്തിയോ മറ്റൊരാളാണെന്ന് വിശ്വസിപ്പിച്ചോ വഞ്ചന നടത്തുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. സെക്ഷൻ 66E വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ഒരാളുടെ സമ്മതമില്ലാതെ രഹസ്യഭാഗങ്ങൾ വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ എടുത്തതിന് ശേഷം അയാളുടെ പ്രൈവസിക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അയാളുടെ സമ്മതമില്ലാതെ ഇലക്ട്രോണിക് ഉപകരണത്തിലൂടെ ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലൂടെ അയക്കുന്നത് ശിക്ഷാർഹമാണ്. 3 വർഷം തടവും ശിക്ഷയും, അതായത് 2 ലക്ഷം രൂപ പിഴയും, 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റമാണിത്. നെക്സ്റ്റ് വൺ, സെക്ഷൻ 66F. ഏറ്റവും കർക്കശമായ ശിക്ഷയുള്ളത് ഈ സെക്ഷനിലെ കുറ്റത്തിനാണ്. അതായത് സൈബർ തീവ്രവാദം, സൈബർ ടെററിസം, രാജ്യത്തിൻ്റെ അഖണ്ഡത, സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം എന്നിവയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നതോ
വ്യക്തികൾക്ക് അപകടം സംഭവിക്കാൻ കാരണമാകുന്നതോ സമൂഹത്തെ പൊതുവായി ബാധിക്കുകയോ ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മൾ സൈബർ തീവ്രവാദത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിന് ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടേതല്ലാത്ത ഒരു കാര്യവും നമ്മൾ എടുക്കരുത്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. ഇത് നമുക്ക് സൈബർ ലോകത്തും ഒന്ന് പാലിക്കാം. ഉത്തരവാദിത്വത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. ഓക്കെ, താങ്ക് യു.